ഒരു മാസക്കാലത്തെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഒടുവിൽ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ട് 2 ദിവസങ്ങളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം അതിൻ്റെ കേടുപാടുകൾ പരിഗണിക്കാതെ നിരുപാധികം അതിൻ്റെ പര്യാപ്തത നോക്കാതെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഖുർആൻ ഓതുന്നവർ എണ്ണത്തിൽ വളരെ ചുരുങ്ങിക്കൊണ്ടിരിക്കും. പള്ളിയിലെ ജമാഅത്തുകൾക്ക് ആളുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. നന്മകളിൽ മനുഷ്യൻ കാണിച്ചിരുന്ന ആഭിമുഖ്യം അവന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി വരുന്ന 11 മാസം നമ്മൾ കാണാനിരിക്കുന്നത് അതാണ്. ചെയ്ത കർമ്മങ്ങൾ ജീവിതത്തിൽ എല്ലാ മാസത്തിലും നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ആത്മാർത്ഥതയോടെ ചെയ്ത ഇബാദത്തുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടുന്ന 4 കാര്യങ്ങളാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 4 കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് നിങ്ങളോട് ഉണർത്താനുള്ളത്. ആ 4 കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. റമദാൻ മാസത്തിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്തവരാണെങ്കിൽ നമ്മൾ, അതല്ല റമദാനും എല്ലാ മാസവും പോലെ ദുനിയാവിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തിയവരാണെങ്കിൽ അവർക്കുള്ളതല്ല ഈ 4 കാര്യങ്ങൾ. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ മനസ്സിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ 4 കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങൾ അതെത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻആമിന്റെ 73 മുതൽ 77 വരെയുള്ള വചനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ വചനങ്ങളിൽ ഇതൊരു ഒരു സംഭവത്തിന്റെ ആഖ്യാനത്തിന്റെ തുടർച്ചയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ തന്റെ നാട്ടിൽ കുടിയിരിക്കുന്ന അടിഞ്ഞുകൂടിയ ജീർണതകൾക്കെതിരെ ബുദ്ധിപരമായി പ്രതികരിച്ചതിന്റെ തുടർച്ചയായ ഒരു സംഭവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിവരിക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ മദ്രസയിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാര് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇബ്രാഹിം നബി നക്ഷത്രത്തെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ ദൈവം, ചന്ദ്രനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ ദൈവം, സൂര്യനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എന്റെ ദൈവം. ഇതൊക്കെ അസ്തമിച്ചു പോയപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടൊക്കെ ഉസ്താദുമാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ആകാശഭൂമികളെ മുഴുവനും പടച്ച ലോകത്തിന്റെ രക്ഷിതാവിലേക്ക് ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നു എന്ന ഉച്ചസ്ഥിരമുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനത്തെ കുറിച്ചെല്ലാം ഉസ്താദുമാര് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചൊരു സംഗതി, ഇബ്രാഹിം നബിയുടെ ഈ ചരിത്രം പറഞ്ഞതിന് ശേഷം ഏകദേശം 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ അല്ലാഹു നിരന്തരമായി എടുത്തു പറയുന്നുണ്ട്. ഖുർആനിൽ വേറെ എവിടെയും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റൂല. ഈ ഒരു അവസ്ഥയിൽ പ്രവാചകന്മാരുടെ പേരുകൾ ഒന്നിനു പിറകെ ഒന്നായി എടുത്തു പറഞ്ഞ വേറൊരു സംഭവം നമുക്ക് കാണാൻ പറ്റൂല. അല്ലാഹു പറയാണ്, നാം അദ്ദേഹത്തിന് നൽകി, നാം അദ്ദേഹത്തിന് സന്താനങ്ങളായി നൽകി, ഇസ്ഹാഖിനെ, യാക്കൂബിനെ, സുലൈമാനെ, അയ്യൂബിനെ, യൂസുഫിനെ, മൂസയെ, ഹാറൂനെ, സക്കരിയയെ, യഹ്യയെ, ഈസയെ, ഇല്യാസിനെ, ഇസ്മാഈലിനെ, യസഅനെ, യൂനുസിനെ, ഈ ആളുകളെ മുഴുവൻ അദ്ദേഹത്തിന് ഞാൻ സന്താനങ്ങളായി നൽകി. ഇനിയും പ്രവാചകന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പ്രവാചകന്മാരുടെ പേരുകൾ മുഴുവനും പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, അവരുടെ വാപ്പമാർ, വദുരിയാതിഹിം അവരുടെ സന്താനങ്ങൾ, വഇഖ്വാനിഹിം അവരുടെ സഹോദരന്മാർ, വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, നാം അവരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയുണ്ടായി, എന്നിട്ട് ചൊവ്വായ മാർഗത്തിലേക്ക് ഞാൻ അവരെ വഴി കാണിക്കുകയും ചെയ്തു. ദാലിക ഹുദല്ലാഹ്, അതാണ് അല്ലാഹുവിന്റെ നിർമാർഗം, യഹ്ദീ ബിഹി മൻ യശാഉ മിൻ ഇബാദി,
അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആരെയാണോ അവന്റെ അടിമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നവരെ ഈ നിർമാർഗത്തിലേക്ക് നയിക്കുന്നു. എന്നിട്ട് റബ്ബ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അൻആമിന്റെ 77-ാമത്തെ വചനം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കണം. അല്ലാഹുവിന്റെ വാക്ക് എന്താണ്? വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പറയുന്ന 18ഓളം പ്രവാചകന്മാർ, ഇവരുടെ സഹോദരന്മാർ, ഇവരുടെ സന്താന പരമ്പരകൾ, ഇവരുടെ വാപ്പമാർ ഇതിലാരെങ്കിലും ശിർക്ക് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇവരിൽ എല്ലാവരും ശിർക്ക് ചെയ്തവരാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരുടെ ഇന്നലകളിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്നതാണ്. അവരുടെ ഒരു കർമ്മവും അവർക്ക് കിട്ടില്ല, ഒരു അമലും അവർക്ക് കിട്ടില്ല. അത് നമസ്കാരമാകട്ടെ, തിലാവത്താകട്ടെ, ദുആയാകട്ടെ, അദ്കാറുകളാകട്ടെ, നോമ്പാകട്ടെ, സ്വതക്കയാകട്ടെ, ഏത് കർമ്മമാകട്ടെ, ശിർക്കുണ്ടെങ്കിൽ ഈ കർമ്മമൊന്നും അവർക്ക് കിട്ടില്ല എന്ന് പടച്ച റബ്ബ് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടെയും അവസാനിച്ചില്ല പ്രിയപ്പെട്ടവരെ. 23 കൊല്ലക്കാലം സമാധാനം എന്തെന്നറിയാത്ത, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, വിളക്ക് കത്തിക്കാൻ പോലും എണ്ണയില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാൻ പോകുന്ന നേരത്ത് പണയപ്പെടുത്തി ജൂതന്റെ വീട്ടിൽ നിന്ന് 30 സ്വാ ഗോതമ്പ് വാങ്ങി പശിയടക്കിയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്കിന്റെ ഭൂമിയിൽ അനുയായികൾ വയറ്റത്ത് ഒരു കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് പണിയെടുക്കുമ്പോ പകരമായി 2 കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് തന്റെ വിശപ്പിനെ മറക്കാൻ, തന്റെ പുറത്തേക്കുന്തിയ വാരിയെല്ലിനെ മറക്കാൻ, തന്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞുപോയ വയറിനെ മറക്കാൻ വേണ്ടി, നിവർന്നു നിൽക്കാൻ വേണ്ടി 2 കല്ലുകളുടെ സഹായം തേടേണ്ടി വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമമില്ലാത്ത അശ്രാന്ത പരിശ്രമത്തിന്റെ 23 കൊല്ലക്കാലത്തിനൊടുവിൽ അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോ, അല്ലാഹുമ്മ ഗുഫിർലി, റബ്ബേ നീ എനിക്ക് പുറത്തു തരണേ, വർഹംനി, എനിക്ക് നീ കരുണ ചെയ്യണമേ, സദ്വൃത്തരായ ആളുകളുടെ കൂടെ നീ എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ അള്ളാന്റെ റസൂലിനോട് റബ്ബ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഈ ദുനിയാവിൽ പഠിച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ, ഈ ദുനിയാവിൽ അള്ളാഹു ഏറ്റവും സ്ഥാനം നൽകിയ മനുഷ്യനോടല്ല പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക. പ്രവാചകരെ അങ്ങ് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. അങ്ങയ്ക്കാകട്ടെ, അങ്ങയ്ക്ക് മുൻപ് കടന്നു വന്നുപോയ 1,00,000-ൽ പരം വരുന്ന പ്രവാചക വര്യന്മാർക്കാകട്ടെ ഞാൻ കൃത്യമായ ബോധനം നൽകിയിട്ടുണ്ട്. എന്താണത്? നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ, നിങ്ങൾക്ക് ഈ തൗഹീദ് നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങളുടെ കർമ്മങ്ങൾ നശിച്ചു പോകുന്നതാണ്, വിഫലമായി പോകുന്നതാണ്. നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുന്നതാണ്. ഇതാരോടാണ് പറയുന്നത്? സാധാരണക്കാരോടല്ല പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി പ്രബോധനത്തിന്റെ രീതിയിൽ ജീവനും ജീവിതവും കൊടുത്ത് സജീവമാകുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടാണ് പറയുന്നത്. നിങ്ങൾക്കെങ്ങാനും ശിർക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ ഇന്നലകളിലെ കർമ്മങ്ങൾ ഞാൻ കണക്കിലെടുക്കില്ല, നിങ്ങളുടെ ത്യാഗങ്ങൾ ഞാൻ കണക്കിലെടുക്കില്ല, നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ സമർപ്പണങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങളൊന്നും ഞാൻ കണക്കിലെടുക്കാതെ നിങ്ങളുടെ അമലുകൾ മുഴുവൻ ബാത്തിലായി പോകുന്നതാണ്. നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുകയും ചെയ്യുമെന്ന് പടച്ച റബ്ബ് കൃത്യമായ ഖുർആനിൽ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ വേണ്ടത് നമ്മൾ ശിർക്കിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്, തൗഹീദിന്റെ വക്താക്കളാവുക എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു മാസം മുഴുവൻ റമദാനിൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്തിട്ട് റമദാൻ കഴിയുമ്പോൾ എന്തെങ്കിലും ശിർക്ക് ചെയ്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിട്ട് ആ കർമ്മങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാകുന്ന അവസ്ഥ എന്താണ്? നാരായണത്തെ ഭ്രാന്തന്മാരായി നമ്മൾ മാറരുത്. അയാളുടെ പണി എന്താണ്? രാവിലെ വലിയ കുന്നിന്റെ മുകളിൽ ഭാരമുള്ള കല്ലിങ്ങനെ ഉരുട്ടി 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 കയറ്റും. അത് മുകളിലെത്തുമ്പോ അയാൾ വേർത്ത് കുളിച്ച് വിവശനായി പരവശനായിട്ടുണ്ടാവും. വൈകുന്നേരം ആവുമ്പോ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ആ വലിയ കുന്നിന്റെ മുകളിൽ നിന്ന് ആ കല്ലങ്ങോട്ട് താഴേക്ക് ഉരുട്ടിയിടും. അതിങ്ങനെ ശബ്ദമുണ്ടാക്കി താഴേക്ക് ഉരുണ്ടു പോകുമ്പോ അയാളെ കൈകൊട്ടി ചിരിച്ച് ആസ്വദിക്കുമെന്നാണ്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ വിശപ്പ് സഹിച്ചു, ദാഹം സഹിച്ചു, നമുക്ക് വേണ്ടതെല്ലാം വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് റമദാൻ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ തകർത്ത് കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരിക്കട്ടെ.
ഒന്നാമതായി നമുക്കുണ്ടാവേണ്ടത് തൗഹീദും ഇല്ലാതിരിക്കേണ്ടത് ശിർക്കുമാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കളുടെ സംഭവം വിശദീകരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, വത്ലു അലൈഹിം, അവർ ഓതി കൊടുക്കുക, അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുക, നബഅബ്നൈ ആദമ ബിൽ ഹഖ്, 2 ആദമിന്റെ 2 സന്തതികളുടെ കാബീലിന്റെയും ഹാബീലിന്റെയും കഥകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. ഇദ് ഖറബാ ഖുർബാന, അവർ 2 പേരും ഒരു ഖുർബാന നടത്തിയപ്പോ, അവർ 2 പേരും ഒരു ബലികർമ്മം നടത്തിയപ്പോൾ ഇദ് ഖറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ, ഒരാളിൽ നിന്ന് സ്വീകരിക്കുകയുണ്ടായി, വലം യുതഖബ്ബൽ മിനൽ ആഖിർ, മറ്റേയാളിൽ നിന്ന് സ്വീകരിക്കുകയുണ്ടായില്ല. അനുജന്റെ കയ്യിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ചു, ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്ന് പടച്ചറബ് സ്വീകരിച്ചില്ല. ജ്യേഷ്ഠന് അനുജനോട് അസൂയയായി ജ്യേഷ്ഠൻ പറയുകയാണ്, ഞാൻ നിന്നെ കൊന്നുകളയുന്നതാണ്, എന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നില്ല, നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നു, എന്നെക്കാൾ എന്ത് പ്രത്യേകതയാണ് നിനക്കുള്ളത്? നിന്നെ പോലെ തന്നെയല്ലേ ഞാനും ബലികർമ്മം നടത്തിയത്, അതുകൊണ്ട് ഞാൻ നിന്നെ കൊന്നുകളയുന്നതാണ്, ഞാൻ വെറുതെ വിടില്ല. ആ സമയം അനുജൻ ജ്യേഷ്ഠനോട് പറയുന്ന മറുപടി എന്താണ്? പ്രിയപ്പെട്ട ജ്യേഷ്ഠ, നിന്നിൽ നിന്ന് സ്വീകരിക്കാതിരുന്നതും എന്നിൽ നിന്ന് സ്വീകരിച്ചതും ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്, തഖ്വയുടെ ഉപാധി വെച്ചുകൊണ്ട് മാത്രമാണ്. ആർക്കാണോ തഖ്വയുള്ളത് അവരിൽ നിന്ന് മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തഖ്വ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ റബ്ബിന് വേണ്ട, നമ്മുടെ നിസ്കാരം റബ്ബിന് വേണ്ട, നമ്മുടെ നോമ്പ് റബ്ബിന് വേണ്ട, നമ്മുടെ ഒരു കാര്യവും റബ്ബിന് വേണ്ട. തഖ്വയുണ്ടാകണമെന്നതാണ്. ആ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ റബ്ബ് വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗ്ഗം ആർക്കു വേണ്ടിയാണ് ഒരുക്കി വെച്ചതെന്ന് സൂറത്തുൽ ആല ഇംറാനിലൂടെ അല്ലാഹു പറയുകയാണ്. ആർക്കു വേണ്ടിയാണ്? ഉഇദ്ദത് ലിൽ മുത്തഖീൻ, തഖ്വയുള്ളവർക്ക് വേണ്ടിയാണ്. ആ തഖ്വയുള്ളവരുടെ അടയാളം എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അല്ലാഹുവിന് വേണ്ടി ചിലവഴിക്കാൻ അവർ തയ്യാറാണ്. ആദ്യമായി തഖ്വയുടെ അടയാളമായി എടുത്തു പറഞ്ഞതാണ് റബ്ബിന് വേണ്ടി ചിലവഴിക്കാൻ, സന്തോഷമാകട്ടെ സന്താപമാകട്ടെ അവർ തയ്യാറാണ്. രണ്ടാമത്തെ അടയാളം എന്താണ്? വൽകാദിമീനൽ ഗൈദ്, അവർ കോപം അടക്കി വെക്കുന്നവരാണ്. വൽആഫീന അനിന്നാസ്, അവർ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്, മാപ്പ് നൽകുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഇത്തരം സൽക്കർമ്മങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന മുഹ്സിനുകളായ ആളുകളെ അല്ലാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമാണ്. അടുത്തടയാളം എന്താണ്? വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ്, അവരൊരു പാപകർമ്മം ചെയ്യുമ്പോ ആ പാപകർമ്മം ഒരിക്കലും അനന്തമായി നീണ്ടുപോകുകയില്ല. അവർ പാപം ചെയ്യാത്തവരാണെന്നല്ല, തെറ്റ് ചെയ്യാത്തവരാണെന്നല്ല, ആ തെറ്റുകൾ അനന്തമായി നീണ്ടുപോകില്ല. ആ തെറ്റുകൾ പാതി വഴിയിൽ വെച്ച് മുറിയുന്നതാണ്, ആ തെറ്റുകൾ പാതി വഴിയിൽ വെച്ച് നിന്നു പോകുന്നതാണ്. എന്താണ് കാരണം? അവരല്ലാഹുവിനെ ഓർക്കുകയാണ്. ഓർക്കുക മാത്രമല്ല, അവരുടെ തെറ്റ് പുറത്തു കിട്ടുന്നതിന് വേണ്ടി റബ്ബിനോട് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഒരിക്കലും അവർ തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല, ഷഡിച്ചു നിൽക്കുകയില്ല. ഇതാണ് തഖ്വയുള്ള മനുഷ്യരുടെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സ്വന്തം പരിശോധിച്ച് നോക്കുക. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമുക്ക് മടിയുണ്ടോ? നമുക്ക് തഖ്വയില്ല. കോപം അടക്കി വെക്കാൻ നമുക്ക് മടിയുണ്ടോ? നമുക്ക് തഖ്വയില്ല. ജനങ്ങൾക്ക് മാപ്പ് നൽകാൻ, വിട്ടുവീഴ്ച നൽകാൻ നമുക്ക് മടിയുണ്ടോ? നമുക്ക് തഖ്വയില്ല. തെറ്റുകളും പാപങ്ങളും ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരാത്ത സൂക്കുകളുണ്ടോ? നമുക്ക് തഖ്വയില്ല. ഒരു ദിവസം 100 വട്ടമെങ്കിലും ഇസ്തിഗ്ഫാർ ചെല്ലാൻ സമയം കണ്ടെത്തുന്നതിന് മടിയും തടസ്സവും നേരുന്നുണ്ടോ? നമുക്ക് തഖ്വയില്ല. കാലങ്ങളായി തുടർന്നു പോകുന്ന തെറ്റുകൾ ആളുകൾ തിരുത്തി തരുമ്പോ അത് തിരുത്താനും അതിൽ നിന്ന് മാറാനും പശ്ചാത്തപിക്കാനും നമ്മുടെ അഹങ്കാരം നമ്മെ സമ്മതിക്കാതിരിക്കുന്നുണ്ടോ? നമുക്ക് തഖ്വയില്ല. ഈ ക്വാളിറ്റികൾ ഒന്നുമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് നമ്മുടെ കർമ്മങ്ങൾ വേണ്ട, അള്ളാഹുവിന് നമ്മുടെ അമലുകൾ വേണ്ട. ഇന്ന
ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ആ ജ്യേഷ്ഠന്റെയും അനുജന്റെയും ആ സംഭാഷണം നീണ്ടുപോകുകയാണ്. അവർ വീണ്ടും പറയുകയാണ്, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി. അനിയൻ ജ്യേഷ്ഠനോട് പറയുന്നു, എന്നെ കൊല്ലാൻ വേണ്ടി നിന്റെ കൈകൾ എന്നിലേക്ക് നീണ്ടാലും നിന്നെ കൊല്ലുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദര എന്റെ കൈകൾ നീളില്ല, നിന്നെ കൊല്ലാൻ എന്റെ കൈകൾ മുതലില്ല. എന്താണ് കാരണം? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. നിശ്ചയം ലോകങ്ങളുടെ രക്ഷിതാവിനെ ഞാനിതാ ഭയപ്പെടുകയാണ്. ആ രക്ഷിതാവിന്റെ സവിധത്തിൽ നിന്നുള്ള ശിക്ഷയെയും ചോദ്യം ചെയ്യലിനെയും ഞാനിതാ ഭയപ്പെടുകയാണെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ തന്റെ ജീവിതത്തിൽ അനുവർത്തിച്ചു പോരുന്ന തഖ്വ ആ സമയത്ത് തന്നെ ആ അനുജൻ പുറത്തേക്ക് കാണിക്കുകയാണ്. ഇതാണ് തഖ്വ. നമ്മൊരാൾ ഉപദ്രവിച്ചാലും പകരത്തിന് പകരം എന്നതിനപ്പുറത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കുന്ന കയ്യിനെ, കണ്ണിനെ, കാതിനെ, കാലിനെ, കൽബിനെ സൂക്ഷിക്കുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. സ്വന്തത്തെ പരിശോധിക്കുക. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റമദാനിലുള്ള കർമ്മങ്ങൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ ഉദ്ദേശമായിട്ട് തന്നെ അല്ലാഹു പറയുന്നത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവട്ടെ, നിങ്ങൾ തഖ്വയുള്ളവരാവട്ടെ, നിങ്ങൾ മുത്തഖികളാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു റമദാൻ നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ ഇപ്പുറവും ഈ പറയുന്ന തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർമ്മങ്ങൾ വിഫലമായി പോകുമെന്ന് പേടിയോടുകൂടി, ആ ഒരു ഭീതിയോടുകൂടി നമ്മൾ ഓർക്കുക. രണ്ടാമതായി തഖ്വ എന്നതാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള ഉപാധി. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ ഇഖ്ലാസ് ആണ്. അള്ളാഹുവിന് 100% പ്യൂർ ആയ സാധനം കൊണ്ടുള്ളൂ. പുഴുക്കുത്തേറ്റ സാധനം പടച്ചോന് വേണ്ടില്ല. അള്ളാഹിനോട് ഓനക്കും കുറച്ച് നിങ്ങൾക്കും കുറച്ച് പടച്ചോനെ എന്ന് പറഞ്ഞ് പാസൽ വിടുന്ന പരിപാടി പടച്ച റബ്ബിനത് വേണ്ട, അള്ളാഹുവിനത് വേണ്ട. അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ അത് അവന് വേണ്ടി മാത്രമായിരിക്കണം. ഉപ്പക്ക് വേണ്ടിയോ, ഉമ്മക്ക് വേണ്ടിയോ, അനുജന് വേണ്ടിയോ, ജ്യേഷ്ഠന് വേണ്ടിയോ, സമൂഹത്തിന് വേണ്ടിയോ, അധ്യാപകർക്ക് വേണ്ടിയോ, ഇണക്ക് വേണ്ടിയോ, മക്കൾക്ക് വേണ്ടിയോ അല്ല. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചിട്ട് ഉള്ള കർമ്മം മാത്രമേ പടച്ചവന് കൊണ്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ആരെങ്കിലും ഉമ്മാക്ക് കൊണ്ട് നിസ്കരിക്കോ, ആരെങ്കിലും ഉപ്പാക്ക് കൊണ്ട് നിസ്കരിക്കോ, ആരെങ്കിലും സമൂഹത്തിന് വേണ്ടി നിസ്കരിക്കും. സമൂഹത്തിന് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട്, ഉമ്മക്ക് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട്, ഭാര്യക്ക് വേണ്ടി നിസ്കരിക്കുന്നവരുണ്ട്, ഭർത്താവിനെ പഠിച്ച് നിസ്കരിക്കുന്നവരുണ്ട്, സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന പേരുദോഷത്തെ പഠിച്ച് നിസ്കരിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നാളെ മഹ്ശറിൽ ഒരു ഷഹീദ് വരുന്നതാണ്, ഒരു ആലിമ വരുന്നതാണ്, അതുപോലെ തന്നെ ഒരു വലിയ ദാനധർമ്മി വരുന്നതാണ്. ഈ മൂന്ന് പേരെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ഈ മൂന്ന് മനുഷ്യരെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയാണ്. ആ മനുഷ്യരോട് റബ്ബ് ചോദിക്കുകയാണ്, നീ ഷഹീദായല്ലോ, നീ മരിച്ചുപോയത് രണഭൂമിയിൽ. ഈ ദാനധർമ്മിയോട് ചോദിക്കുകയാണ്, നീ നിന്റെ ധനത്തിൽ നിന്ന് ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ടല്ലോ. ഈ ആലിമിനോട്, ഈ പണ്ഡിതനോട് ചോദിക്കുകയാണ്, എന്റെ ദീന് പറഞ്ഞ് നീ ഒരുപാട് നടന്നല്ലോ, എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോ ഇവര് മൂന്നുപേരും മറുപടി പറയുകയാണ്, റബ്ബേ നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ മറുപടി എന്താണെന്ന് അറിയുമോ? കദബ്ത, നീ കളവ് പറഞ്ഞു, നീ കളവ് പറഞ്ഞു, ഇല്ലാത്തത് പറഞ്ഞു. നീ ഇതെല്ലാം ചെയ്തത്, നീ വലിയ ധീരനാണ്, പോരാളിയാണ്, നീ വലിയ വാഗ്മിയാണ്, പ്രാസംഗികനാണ്, പ്രഭാഷകനാണ്, അതുപോലെ തന്നെ നീ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലാക്കിക്കൊണ്ട് മുഖം കുത്തിയ രീതിയിൽ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പ്രധാനുഷ്ഠാനത്തിൽ സമൂഹത്തിൽ നിന്നുള്ള വിമർശനങ്ങൾ ഭയന്നിട്ടാണ് നമ്മളത് ചെയ്തതെങ്കിൽ തൗബ ചെയ്യുക. തൗബ ചെയ്താൽ അല്ലാഹു റിയാ പുറത്തു തരുന്നതാണ്, ആ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുന്നതാണ്. ഈ റമദാൻ മാസത്തിൽ നമ്മൾ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് നമസ്കരിച്ചതെങ്കിൽ, ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് സദഖ കൊടുത്തതെങ്കിൽ, ഇത്ര ഖത്തം ഞാൻ തീർത്തു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഖുർആൻ ഓതിയതെങ്കിൽ, ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ദുആ ചെയ്തതെങ്കിൽ, ആളുകളുടെ വിമർശനങ്ങൾ ഭയന്നിട്ടാണ് നാം കർമ്മങ്ങൾ ചെയ്തതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ റിയായിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുക. അങ്ങനെ ഒരു നല്ല ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മുന്നിൽ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു സന്തോഷം നൽകുന്ന സാഹചര്യമാണ്. ആ റിയാഇനെ അല്ലാഹുവിൽ നിന്ന് തൗബ ചെയ്താൽ ആ കർമ്മത്തെ ശുദ്ധീകരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞിരുന്നത്.
നമ്മുടെ കർമ്മത്തിൽ റിയാ വന്നിട്ടുണ്ട്. ആ റിയാഇൽ അല്ലാഹുവിനോട് പൊരുത്തം ചോദിക്കുക, മാപ്പ് ചോദിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റമദാൻ മാസത്തിലെ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, റബ്ബേ, എന്റെ കർമ്മത്തിൽ എവിടെയെങ്കിലും റിയാ സംഭവിച്ചിട്ടില്ലെങ്കിൽ, ലോകമാന്യത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊറുത്തു തരണം റബ്ബേ, മാപ്പ് നൽകണം റബ്ബേ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തത് തഖ്വ ഉണ്ടാകേണ്ടതുണ്ട്. മൂന്നാമത്തത് ഇഖ്ലാസ് ഉണ്ടാകേണ്ടതുണ്ട്. നാലാമത്തത് എന്താ അറിയോ? ബേജാർ ഉണ്ടാവേണ്ടതുണ്ട്. കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള 4ാമത്തെ ഉപാധി എന്താണ്? ബേജാറാണ്. നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ്ട, ബേജാറ് തന്നെയാണ്. ബേജാർ ഉണ്ടായാലേ കർമ്മങ്ങൾ സ്വീകരിക്കുള്ളൂ. എന്തിനെ കുറിച്ചുള്ള ബേജാറ്? നമ്മുടെ ദുനിയവിയായ മൈഷത്തിനെ കുറിച്ചുള്ള ബേജാറല്ല, എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുമോ എന്ന ബേജാറ്. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും സഹാബികൾക്കും ഉണ്ടായിരുന്ന ഒരു ബേജാറാണത്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ ഓരോ കല്ലെടുത്ത് നോക്കുമ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങൾ നീ സ്വീകരിക്കണമേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. അദ്ദേഹത്തിന്റെ ബേജാറ് കൊണ്ടാണ് പറഞ്ഞത്. ഒരു പുരുഷായുസ് മുഴുവൻ പരിശ്രമിച്ചു, പ്രയത്നിച്ചു, പണിയെടുത്തു, പക്ഷെ ഇത് സ്വീകരിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആർക്കാണ് ഉറപ്പില്ലാത്തത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ബേജാറിൽ നിന്നാണ് ഉപ്പയും മോനും കൂടി ഓരോ കല്ലെടുത്ത് വെക്കുമ്പോൾ പടച്ചവനോട് ചോദിക്കുന്നത്, തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന തഖബ്ബൽ മിന്നാ. അല്ലാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ, എന്നിൽ നിന്ന് സ്വീകരിക്കണേ. പ്രിയപ്പെട്ടവര്, നമുക്കൊക്കെ കർമ്മങ്ങൾ ചെയ്താൽ നല്ല സമാധാനമാണ്. ഒരു മണിക്കൂർ ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിക്കാം. റമദാന്റെ രാവിലെ കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിൽ എന്താണ്? നല്ല സമാധാന നിർവൃതിയാണ്. ഞാൻ 1 മണിക്കൂർ നിസ്കരിച്ചല്ലോ, ഞാൻ തന്നെ ഏറ്റവും വലിയ ആള്, എന്നെക്കാൾ വലിയ ആള് വേറൊന്നുമില്ല എന്നൊരു ചിന്തയാണ്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും സഹാബിമാർക്കും എന്തായിരുന്നു അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വികാരം നിങ്ങൾക്കറിയോ? ബേജാറാണ്. പടച്ചോനെ, എന്നിൽ ഇത് സ്വീകരിക്കുമോ എന്ന ബേജാറോടുകൂടിയാണ് അവർ ദിവസങ്ങൾ കല്ലിൽ തള്ളി നീക്കിയത്. ആ ബേജാറ് നമ്മുടെ മനസ്സിലും ഉണ്ടാവേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, മഹദി മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ അള്ളാഹുവിന് വേണ്ടി നേർച്ച നേർന്നപ്പോ ആ നേർച്ചയുടെ അറ്റത്ത് പറഞ്ഞൊരു വാക്കെന്താണ്? അവർ പറയുകയാണ്, ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററാ. എന്റെ വയറ്റിലുള്ളതിനെ നിനക്ക് പണിയെടുക്കുന്നതിന് വേണ്ടി മാത്രം, നിനക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രം, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രം എന്റെ വയറ്റിലുള്ള ആൺകുഞ്ഞിനെ, എന്റെ മകനെ ഞാൻ ഇതാ നേർച്ച നേർന്നിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഫതഖബ്ബൽ മിന്നീ, എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇത് രണ്ടുമാണ് പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ചത്. എന്തിനാണ് ഇത് പ്രാർത്ഥിച്ചത്? പ്രിയപ്പെട്ടവരെ, ഈ ദുആവൻ കേൾക്കുന്നുമുണ്ട്, എന്റെ ഹൃദയത്തിലുള്ള ആത്മാർത്ഥത നീ അറിയുന്നുമുണ്ട്. നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. നമ്മൾ റബ്ബിനോട് ഒരു കാര്യം പറയുമ്പോ നമ്മുടെ ശബ്ദവീജികൾ മാത്രമല്ല റബ്ബിലേക്ക് എത്തുന്നത്, അതിന്റെ കൂടെ നമ്മുടെ ഹൃദയത്തിന്റെ വികാരവും റബ്ബിലേക്ക് ഉയർന്നു പോകുന്നുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് മറിയം ബീവി പറഞ്ഞത്, ഫതഖബ്ബൽ മിന്നീ, എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ റബ്ബേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. മറിയം ബീവിയുടെ ഉമ്മ പ്രാർത്ഥിച്ചതാണ്. അവർ ഉദ്ദേശിച്ചത് ഒരു ആൺകുട്ടിയല്ല കിട്ടിയത്, ഒരു പെൺകുട്ടിയാണ് കിട്ടിയത്. ആ പെൺകുട്ടിയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഫതഖബ്ബലഹാ റബ്ബുഹാ, അവളുടെ രക്ഷിതാവ് അവളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. വല്ലാത്തൊരു വാക്കാണത്. അവളുടെ രക്ഷിതാവ് അവളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. എങ്ങനെയുള്ള സ്വീകരണം? ബിഖബൂലിൻ ഹസൻ, ഏറ്റവും നല്ല സ്വീകരണം, ഏറ്റവും നല്ല ഖബൂലിയത അവളുടെ രക്ഷിതാവ് അവൾക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഅംബതഹാ നബാതൻ ഹസനാ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചാൽ അതിന്റെ അടയാളം എന്തായിരിക്കും എന്നറിയോ പ്രിയപ്പെട്ടവരെ? റമദാൻ കഴിഞ്ഞാലും ആ കർമ്മങ്ങൾ നിന്നു പോകില്ല. അല്ലാഹു മറിയം ബീവിയെ സ്വീകരിച്ചപ്പോ അവിടെ ചെയ്തത് എന്താണ്? വഅംബതഹാ നബാതൻ ഹസനാ, ഏറ്റവും നല്ല രീതിയിൽ ആ മറിയമിനെ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു, ഉയർത്തിക്കൊണ്ടുവന്നു എന്നതാണ്. നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തറാവീഹ് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, റമദാനിന് ശേഷമുള്ള രാവുകളിലും 11 റക്അത്ത് നമസ്കരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ നോമ്പുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, റമദാനിന് ശേഷമുള്ള 6 നോമ്പുകൾ ഒരു വർഷം മുഴുവൻ എടുക്കുന്ന പ്രതിഫലം
തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച 6 നോമ്പുകൾ എടുക്കാൻ നമുക്ക് കഴിയും. വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് കഴിയും. അയ്യാമുൽ ബീദിന്റെ എന്നുള്ള സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ദാനധർമ്മങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ റമദാനിനപ്പുറത്തും സദഖകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ തിലാവത്ത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ റമദാനിനപ്പുറത്തും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിനപ്പുറത്ത് നമ്മുടെ തഹജ്ജുദ് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ തിലാവത്ത് നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ സദഖ നിൽക്കുകയാണെങ്കിൽ, നമ്മുടെ ദുആ നിൽക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഖബൂലിയത്തിന് എവിടെയോ പ്രശ്നമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. എവിടെയോ അല്ലാഹുവിന്റെ സ്വീകരണം മുടങ്ങി കിടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ടുള്ള പറയുകയാണ് വഖഫലഹാ സക്കരിയ ഇല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. അല്ലാഹു മറിയമിനെ സ്വീകരിച്ചതുകൊണ്ട് ആ മറിയം വഴിതെറ്റി പോകാതിരിക്കാനുള്ള സാഹചര്യം മറിയം ബീവിക്ക് അല്ലാഹു നൽകുകയാണ്. നമ്മുടെ കർമ്മങ്ങളും തൗബയും നാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വഴിതെറ്റി പോകാനുള്ള അവസരത്തിലേക്ക് നടന്നു പോകുന്നവരാവില്ല നമ്മൾ. തെറ്റിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകുന്നവരാവില്ല നമ്മൾ. നമ്മുടെ സാഹചര്യം നന്നാവുന്നതാണ്, നമ്മുടെ കാര്യങ്ങൾ നന്നാവുന്നതാണ്, നമ്മുടെ അമലുകൾക്ക് കൃത്യത വരുന്നതാണ്, നമ്മുടെ അമലുകൾക്ക് സ്ഥിരത വരുന്നതാണ്. അടുത്ത റമദാൻ വരെ മാത്രമല്ല, അത് കഴിഞ്ഞ് മരണം വരെ ആ അമലുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, റമദാനിലെ പോലെ അല്ലെങ്കിലും അതിനേക്കാൾ കുറവാണെങ്കിലും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. കാരണം സ്വീകരിച്ചാൽ ഈ അടയാളങ്ങളെല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ഒരു ബേജാറ്, ഖബൂലിയത്തിനെ കുറിച്ചുള്ള ബേജാറും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ള, അതുപോലെ തന്നെ ഖബൂലിയത്തിനെ കുറിച്ച് ബേജാറുള്ള, അതുപോലെ തന്നെ തഖ്വയുള്ള, ഇഖ്ലാസുള്ള കാർമ്മികരായി നമ്മളെവരെയും മാറ്റുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمدلله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാൻ മാസം നമ്മൾ നേടിയെടുത്ത കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന വലിയ ബേജാറും പ്രയാസവും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആ ബേജാറ് കാത്തു സൂക്ഷിച്ചവരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലാക്കി കളയാൻ ഒരു വിവാദം ഇറങ്ങിത്തിരിച്ചിട്ടുമുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. ഹൃദയത്തിൽ തഖ്വയുള്ള മനുഷ്യർ പിശാചുക്കളുടെ ഒരു ഭാഗം അവരെ സ്പർശിക്കുമ്പോൾ, ഒരു വിഭാഗം അവരെ സ്പർശിക്കുമ്പോൾ അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇത് പിശാചിന്റെ പ്രലോഭനമാണ്, ഇത് പിശാചിന്റെ ദുർബോധനമാണ്, ഇതെന്റെ അമലുകൾ ബാത്തിലാക്കി കളയാൻ, എന്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയാനുള്ള അവന്റെ പ്രവർത്തനമാണെന്ന് തിരിച്ചറിയുന്നവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ശിർക്കിൽ നിന്ന് സ്ഥിരമായി വിട്ടു നിൽക്കുക, റിയാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യുക, തഖ്വയുള്ളവരായി ജീവിക്കാൻ സാധിക്കുക, ഇസ്ബാത്തോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി ചെയ്ത കർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക, ചെയ്ത തൗബയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക. റമദാനിൽ വലിച്ചെറിഞ്ഞ ദുശീലങ്ങൾ ഒന്നുകൂടി തുടരാതിരിക്കുക. സിഗരറ്റ് വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെറിഞ്ഞതുപോലെ കിടക്കട്ടെ. അതുപോലെ തന്നെ നമസ്കാരം കൃത്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമാക്കിയതുപോലെ കിടക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിൽ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റമദാനിൽ മാത്രം പള്ളിയിൽ വരുന്ന, റമദാനിൽ മാത്രം നിസ്കരിക്കുന്ന, റമദാനിൽ മാത്രം പടച്ചോനെ ഓർമ്മയുള്ള ഭാഗ്യം കെട്ടവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ കർമ്മങ്ങളുടെ പര്യാപ്തത നോക്കാതെ, അതിന്റെ അബദ്ധങ്ങൾ നോക്കാതെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളുടെ അമലുകൾ കൊണ്ട് ഒരിക്കലും നിന്റെ സ്വർഗം പ്രാപ്യമല്ല അല്ലാഹുവേ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിലേക്ക് ആനയിക്കണേ റബ്ബേ.
ഞങ്ങളുടെ അകവും പുറവും ഒരുപോലെ ശുദ്ധമായ രീതിയിൽ നിന്നിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകുകയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.